അപ്പോൾ കഴിഞ്ഞ തവണ നമ്മൾ ഇന്റലിജന്റ് ഡിസൈൻ ആർഗ്യുമെന്റും അതിൻ്റെ ഉദാഹരണങ്ങളും ഒക്കെ പറഞ്ഞു. ഇനി ഇതുമായി ബന്ധപ്പെട്ട സംശയങ്ങളിലേക്കും ചോദ്യങ്ങളിലേക്കും ഒക്കെയാണ് നമ്മൾ കടക്കുന്നത്. ഇന്റലിജന്റ് ഡിസൈൻ ആർഗ്യുമെന്റ് മോഡേൺ ഫിലോസഫിയുടെ ഭാഗമാണ്, അല്ലെങ്കിൽ ഷറഹുൽ പോലെയുള്ള പാരമ്പര്യ ഗ്രന്ഥങ്ങളിൽ ഇത് പരാമർശിച്ചിട്ടുണ്ടോ? അഖീദന്റെ കിതാബുകളിൽ പലയിടത്തും പറഞ്ഞിട്ടുണ്ടല്ലോ. ഷറഹുൽ അഖായിദിൽ ഈ തെളിവ് ഇങ്ങനെ പറഞ്ഞതായിട്ട് ഞാൻ ഓർക്കുന്നില്ല. ഷറഹുൽ അഖായിദ് എന്ന് പറയുന്നത് പിന്നെ കുറച്ചുകൂടി ദൈക്ഷണികമായി ഔന്നിത്യത്തിൽ നിൽക്കുന്ന ഒരു കിതാബാണ്. അപ്പോൾ ഇതൊന്നുകൂടി ലളിതമാണ്. പിന്നെ എന്തുകൊണ്ട് ഇത് ഷറഹുൽ അഖായിദിൽ പറഞ്ഞിട്ടില്ല എന്ന് ഞാൻ ഇപ്പോൾ പറയുന്നില്ല. എന്തെങ്കിലും കുറച്ച് പറയാതെ ബാക്കി വെക്കണമല്ലോ. പിന്നെയും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഇൻഷാ അല്ലാ ഇതൊരു ഓപ്പൺ പ്ലാറ്റ്ഫോമാണല്ലോ. ഏതായാലും അഖീദയുടെ പല കിതാബുകളിലും പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ചെറിയ പ്രായത്തിൽ നമ്മൾ ഓതി പഠിക്കുന്ന ജൗഹറത്തു തൗഹീദിൽ ഇതിനെപ്പറ്റി കൃത്യമായി പ്രതിപാദിച്ചിട്ടുണ്ടല്ലോ. ഫൻദുർ ഇലാ നഫ്സിക സുമ്മൻ തഖിലി ലിൽ ആലമിൽ ഉൽവി സുമ്മൻ സുഫിലി തജിദ് ബിഹി സുൻഅൻ ബദി അൽ ഹികമി. പിന്നെ ലാക്കിൻ ബിഹി ഖാമ ദലീലുൽ ആദമി എന്ന് കാണാൻ പറ്റും. ഫൻദുർ ഇലാ നഫ്സിക, നീ സ്വന്തം ശരീരത്തിലേക്കൊന്ന് നോക്കുമോനെ, നിനക്ക് കാണാം. നമ്മൾ കഴിഞ്ഞ ശരീരത്തിൽ കണ്ണിൻ്റെ ഉദാഹരണം നമ്മൾ പറഞ്ഞു. ഇതുപോലെ ശരീരത്തിൻ്റെ ഓരോ ആന്തരിക ബാഹ്യ അവയവങ്ങളെക്കുറിച്ച് നമ്മൾ പഠനം ഒന്ന് നടത്തി നോക്കൂ. ലിൽ ആലമിൽ ഉൽവി, പിന്നെ ഉന്നത ലോകത്തേക്ക് അല്ലെങ്കിൽ ആകാശ ലോകത്തേക്ക് വാനലോകത്തേക്കൊന്ന് സഞ്ചാരം നടത്തി നോക്ക്. അവിടെയുള്ള നക്ഷത്രങ്ങൾ, ഗ്രഹങ്ങൾ, ഉപഗ്രഹങ്ങൾ, ഗാലക്സികൾ ഇവയെല്ലാം സഞ്ചരിക്കുന്നത്, അവക്കിടയിൽ പ്രവർത്തിക്കുന്ന ബലങ്ങൾ, അവ ഭൂമിയെ സ്വാധീനിക്കുന്നത്, ഇവിടെയുള്ള വേലിയേറ്റം, വേലിയിറക്കം, കാലാവസ്ഥ തുടങ്ങി ഒരുപാട് കാര്യങ്ങളെ വ്യവസ്ഥാപിതമായ രീതിയിൽ കൊണ്ടു നടക്കുന്നത് ഈ പ്രപഞ്ചത്തിൻ്റെ പിന്നെ നമ്മൾ ആസ്ട്രോണമി പഠിക്കുമ്പോൾ നമ്മൾ ഗ്രഹങ്ങളെയും വാന നിരീക്ഷണങ്ങൾ നടത്തുമ്പോൾ ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എത്ര സിസ്റ്റമാറ്റിക്കായ ക്രമത്തിലാണ് സഞ്ചരിക്കുന്നത് എന്ന്. ഞാൻ ഉദാഹരണം പറയാൻ ഉദ്ദേശിക്കുന്നില്ല. സുമ്മ സുഫിലി, പിന്നെ താഴ്ഭാഗത്തേക്കൊന്ന് സഞ്ചരിച്ചു നോക്കും. ആഴക്കടലിൻ്റെ ഉള്ളിലേക്ക് സഞ്ചരിച്ചു നോക്കൂ. അവിടെയുള്ള മത്സ്യങ്ങൾ, അവിടെയുള്ള ജീവജാലങ്ങൾ, അവിടെ മഹാ ഇരുട്ടുള്ളത് കൊണ്ട് അവിടെ വെളിച്ചം പരത്താൻ പ്രത്യേക ചെറിയ ടോർച്ച് പോലെ ലൈറ്റ് പ്രവഹിക്കുന്ന മീനുകൾ, ഇങ്ങനെ ആഴക്കടലിലേക്ക് നോക്കുമ്പോൾ, ഭൂമിയുടെ അന്തർഭാഗത്തേക്ക് സഞ്ചരിക്കുമ്പോൾ ഒക്കെ തജിദ് ബിഹി സുൻഅൻ ബദി അൽ ഹികമി, വളരെ സൂത്രധാരനായ ആസൂത്രണത്തോടുകൂടെ ഇതിനെ വളരെ വ്യവസ്ഥാപിതമായി സംവിധാനിച്ച ഒരു നിർമ്മിതിയാണ് ഇത് എന്ന് നിനക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇത് താനെ രൂപപ്പെട്ട ഡിസോർഡറായ വെറുതെ ഒരു മണൽക്കൂന പോലെയുള്ള അല്ലെങ്കിൽ കുത്തിവരഞ്ഞിട്ടതുപോലെയുള്ള എന്തൊക്കെയോ നിർമ്മിതിയല്ല, വ്യവസ്ഥാപിതമായി രൂപപ്പെടുത്തിയ പ്രപഞ്ചമാണിതെന്ന് നിനക്ക് മനസ്സിലാക്കാൻ കഴിയും എന്ന് പറയുന്നത് ഈ ഇൻ്റലിജൻ്റ് ഡിസൈൻ ആർഗ്യുമെൻ്റാണ്. ഈ ഇൻ്റലിജൻ്റ് ഡിസൈൻ എന്ന പേര് നമ്മുടെ അഖീദയുടെ കിതാബുകളിൽ കണ്ടുകൊള്ളണം എന്നില്ല. പിന്നെ നമ്മുടെ വലിയ കിതാബുകൾ മഹാനായ ഇമാം തത്താസാനി റളിയല്ലാഹു അൻഹുവിൻ്റെ ശർഹുൽ മവാഖിഫിൽ അള്ളാഹുവിൻ്റെ തെളിവുകൾ സമർത്ഥിക്കുന്നിടത്ത് ആദ്യം കൊണ്ടുവരുന്നത് ഈ ദലീലാണ് എന്നാണ് എൻ്റെ ഓർമ്മ. അതുപോലെ പല കിതാബുകളിലും ഉണ്ട്. നമ്മളിപ്പോൾ പറഞ്ഞു വന്നത് ഇൻ്റലിജൻ്റ് കോംപ്ലക്സിറ്റി ഉള്ള എല്ലാ വസ്തുക്കൾക്കും ഒരു ഡിസൈനർ വേണമെന്നാണല്ലോ. ഈ ഒരു നിയമമാണെങ്കിൽ ബുദ്ധിപരമായ ഒരു കാര്യമാണ്. അത് നമുക്ക് എല്ലാത്തിലും അപ്ലൈ ചെയ്യാൻ കഴിയണം. അങ്ങനെയാകുമ്പോൾ ഒരു കാറ്, അതിൻ്റെ ക്രമീകരണങ്ങൾ അതൊക്കെ നമ്മൾ കാണുമ്പോൾ അതിനൊരു നിർമ്മാതാവുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ്. മനുഷ്യൻ്റെ കാര്യത്തിൽ മനുഷ്യൻ്റെ തലച്ചോറ്, മറ്റവയവങ്ങൾ അതൊക്കെ കാണുമ്പോൾ അതും വളരെ സങ്കീർണമാണ്. അതിന് പിന്നിൽ ഒരു സൃഷ്ടാവുണ്ട് നമ്മൾ മനസ്സിലാക്കാണ്. അങ്ങനെയാകുമ്പോൾ ഈ മനുഷ്യനെയും കാറിനെയും ഒക്കെ സൃഷ്ടിച്ച, ഈ മുഴുവൻ പ്രപഞ്ചത്തെയും സൃഷ്ടിച്ച ദൈവത്തിനല്ല ഏറ്റവും സങ്കീർണതയുള്ളത്. അപ്പോൾ ദൈവത്തിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ
ദൈവത്തിനൊരു ഡിസൈനർ ആവശ്യമില്ല. അതേസമയം ഇവിടെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരു ഡിസൈനർ ആവശ്യമാണ് എന്ന് പറയുന്നതിലൊരു ഇരട്ടത്താപ്പില്ലേ? ഓക്കെ, വളരെ പ്രസക്തമായൊരു ചോദ്യമാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ? ഇവിടെ നന്നായി ഒന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ ചോദ്യം ഞാൻ മുമ്പൊരു വീഡിയോയിൽ കേട്ടത് ഒന്ന് വേണമെങ്കിൽ കേൾക്കാമെന്ന് തോന്നുന്നു. നമ്മൾക്ക് കാറിൻ്റെ ഉദാഹരണം എടുക്കാം. കാറ് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ളൊരു സാധനമാണ്. കാറ് ഒരു മനുഷ്യൻ കണ്ടുപിടിച്ചതല്ല. കാറിൻ്റെ ഒരു ബേസിക് ആശയം വന്നിട്ടുണ്ടാവും. പക്ഷേ ഇന്നിപ്പോൾ മാർക്കറ്റിൽ ഇറങ്ങുന്ന ഒരു മാരുതി സ്വിഫ്റ്റ് എടുത്താൽ അതിന് ടയറിൻ്റെ മെറ്റീരിയൽ ഒരു ഇൻഡിപെൻഡൻറ്റ് റിസർച്ച് ഏരിയയാണ്. അതിൻ്റെ ബോഡി, അതിലടിച്ചേക്കുന്ന പെയിൻറ്റ്, അതിലുപയോഗിച്ചേക്കുന്ന GPS, അതിൻ്റെ സ്റ്റിയറിങ്ങിന് ഉപയോഗിക്കുന്ന മെറ്റീരിയൽ, അതിൻ്റെ സസ്പെൻഷൻ, അതിൻ്റെ എൻജിൻ്റെ എഫിഷ്യൻസിയെ നിയന്ത്രിക്കുന്ന ഡിസൈൻ, ഇതുപോലെ ഒരു ആയിരക്കണക്കിന് ഇൻഡിപെൻഡൻ്റ് ബ്രെയിൻസിൻ്റെ ആശയങ്ങൾ ഒരുമിച്ച് കൊണ്ടുവന്നിട്ടാണ് നമ്മളൊരു കാർ ഡിസൈൻ ചെയ്യുന്നത്. തൽക്കാലത്തെ സൗകര്യത്തിന് ഇതൊരാളിരുന്ന് ഡിസൈൻ ചെയ്തതാണെന്ന് വിചാരിക്കാം. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിന് ഈ കാറിന് എത്ര കോംപ്ലക്സിറ്റി ഉണ്ടോ അതിനേക്കാളും കോംപ്ലക്സ് ആയിട്ടൊരു ഡിസൈൻ ആ കാർ ഉണ്ടാക്കുന്ന ആളിൻ്റെ ബ്രെയിൻ അല്ലെങ്കിൽ അയാളുടെ ആ ശരീരം, അയാളെന്ന് വിളിക്കുന്ന ആ വസ്തു ആ കാറിനേക്കാളും കോംപ്ലക്സ് ആയിരിക്കണം. അതിനകത്തുനിന്നാലും അയാൾക്ക് ഇത്രയും അയാളെക്കാളും കോംപ്ലക്സ് ആയിട്ടുള്ള സാധനം അയാൾക്ക് എങ്ങനെ ഡിസൈൻ ചെയ്യാൻ പറ്റും? അപ്പോൾ അയാൾ ഡിസൈൻ ചെയ്തു. അപ്പോൾ അടുത്ത ചോദ്യം, നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ പോകണം. അപ്പോൾ അയാളുടെ ബ്രെയിൻ വളരെ കോംപ്ലക്സ് ആണ്, അയാളുടെ ശരീരം വളരെ കോംപ്ലക്സ് ആണ്. അപ്പോൾ അതിനേക്കാളും കോംപ്ലക്സ് ആയിട്ടുള്ള ഒരാൾ അയാളെയും ഡിസൈൻ ചെയ്തിട്ടുണ്ടാവണം. അപ്പോൾ അതിനേക്കാളും കോംപ്ലക്സ് ആയിട്ടുള്ള ഒരാളിനെ ഡിസൈൻ ചെയ്യാൻ, അയാളെ നമുക്ക് ദൈവം എന്ന് വിളിക്കാം, മനുഷ്യനെ ഡിസൈൻ ചെയ്ത ആ ഡിസൈനർ, അതിനെ ഡിസൈൻ ചെയ്യാനും നമ്മളാണ് വാശി പിടിക്കുന്നത് ഡിസൈനർ വേണമെന്ന്. അപ്പോൾ ആ വാശി തന്നെയാണ് അവിടെയും വർക്ക് ചെയ്യേണ്ടത്. അയാൾക്കും വേണം ഒരു ഡിസൈനർ. അതാര്? ഇനി അത്രയും കോംപ്ലക്സ് ആയിട്ടുള്ളൊരു ദൈവത്തിന് ഒരു ഡിസൈനർ ഇല്ലാതെ ഉണ്ടാകാമെന്ന് സംബന്ധിച്ചാൽ അതിനേക്കാളും കോംപ്ലക്സിറ്റി കുറഞ്ഞ ഒരു മനുഷ്യന് ഡിസൈനർ ഉണ്ടായിക്കൂടെ? ഇല്ല, നമ്മളൊരു ആർഗ്യുമെന്റും കൊണ്ടുപോകുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അവസാനം വരെ കൊണ്ടുപോകണം. അത് ഉപേക്ഷിക്കാനാണെങ്കിൽ ആദ്യമേ ഉപേക്ഷിക്കാം. ഒരു കാറ് രൂപപ്പെടണമെങ്കിൽ അതൊരിക്കലും താനെ രൂപപ്പെടാൻ പറ്റില്ല. കാരണം അത്രയും അധികം ഇന്റലിജന്റ് കോംപ്ലക്സിറ്റി അതിൻ്റെ അകത്തുണ്ട്. കാറിൻ്റെ ടയർ, എല്ലാ കാര്യങ്ങളും വളരെ വ്യവസ്ഥാപിതമായ രൂപത്തിലാണ്. അതിൻ്റെ വയറ് കൊടുത്തൊന്ന് മാറിപ്പോയാൽ ഹോൺ അടിയില്ല. ഇങ്ങനെ അതിൻ്റെ ഇലക്ട്രോണിക്സ്, പിന്നെ അതിൻ്റെ എൻജിൻ, മുഴുവൻ പ്രവർത്തനങ്ങളും വളരെ കൃത്യമായ വ്യവസ്ഥാപിതമായ രീതിയിലാണ് ഉള്ളത്. ഓക്കെ, ഇതിനെ സംവിധാനിച്ച മനുഷ്യൻ അതിനേക്കാൾ കോംപ്ലിക്കേറ്റഡ് ആണല്ലോ. അങ്ങനെ ആവണമെന്ന് നിർബന്ധമുണ്ടോ? ഉണ്ടോ? കാർ കോംപ്ലിക്കേറ്റഡ് ആണ്, ഓക്കെ. കാറിനെ നിർമ്മിക്കുന്ന ആൾക്ക് കാറിനേക്കാൾ കോംപ്ലിക്കേഷൻ വേണമെന്ന് നിർബന്ധമുണ്ടോ? അതെവിടുന്ന് കിട്ടിയൊരു നിയമം? അങ്ങനെ നമ്മൾ പറഞ്ഞിട്ടുണ്ടോ? ഇന്റലിജന്റ് ഡിസൈൻ ആർഗ്യുമെന്റിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല. സൃഷ്ടിക്കുന്ന അല്ലെങ്കിൽ സംവിധാനിക്കുന്ന ആൾക്ക് ഹൈ ഇന്റലിജന്റ് വേണം, ബുദ്ധി വേണം, അതിനുള്ള സൂത്രധാരണം നിർവഹിക്കാനുള്ള ശേഷി വേണം. അയാളുടെ ഘടന വളരെ സങ്കീർണമായ ഘടനയിലാവണം എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. നമ്മളെ മേൽ ഇല്ലാത്തൊരു ആരോപണം വെച്ച് കെട്ടുകയാണ് അവിടെ. അപ്പോ നിർമ്മിച്ച ആൾ ഒരു പക്ഷേ സങ്കീർണമായ ഘടനയിലുള്ളതാകാം, ആകാതിരിക്കാം. നിർമ്മാണത്തെക്കാൾ കൂടുതൽ സങ്കീർണത നിർമ്മാതാവിന് വേണം എന്ന് നിർബന്ധമൊന്നുമില്ല. മനുഷ്യനേക്കാൾ സങ്കീർണമായ നിർമ്മിതി നമുക്കുണ്ടാക്കിക്കൂടെ? അവർ പറഞ്ഞതനുസരിച്ച് എന്താ വരിക? മനുഷ്യനേക്കാൾ സങ്കീർണമായ ഒരു രൂപം മനുഷ്യനുണ്ടാക്കാൻ കഴിയില്ല എന്ന് വരിക. അതൊരിക്കലും അംഗീകരിക്കാൻ പറ്റില്ലല്ലോ. ബുദ്ധിപരമായി എന്ത് നിർബന്ധമാണ് അങ്ങനെയുള്ളത്? മനുഷ്യന്റെ പകുതി സങ്കീർണതയുള്ള ഒരു മെഷീൻ ഉണ്ടാക്കാൻ മനുഷ്യന് കഴിയുമോ? ഓക്കെ, കഴിയും. അങ്ങനെയുള്ള 3 മെഷീനുകൾ ഉണ്ടാക്കാൻ കഴിയുമോ? 1 കഴിയുമെങ്കിൽ 3 കഴിയില്ലേ? ഓക്കെ, അങ്ങനെയുള്ള 3 മെഷീനുകളും കൂടിച്ചേർത്തുകൊണ്ട് ഒരു സംവിധാനം ഉണ്ടാക്കിയാൽ, ഒരു പുതിയ മെഷീൻ രൂപപ്പെടുത്തിയാൽ ആ മെഷീന് മനുഷ്യനേക്കാൾ കൂടുതൽ സങ്കീർണത ഉണ്ടായില്ലേ? സങ്കീർണത എന്ന് പറയുന്നത്, കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് ആ ഷേപ്പിലും ഘടനയിലും അത് ഏത് വ്യവസ്ഥയിലാണ് നിലനിൽക്കുന്നത് എന്നതിന്റെ അടിസ്ഥാനത്തിലാണ്.
അതിൻ്റെ കഴിവല്ല സങ്കീർണത കൊണ്ട് ഉദ്ദേശിക്കുന്നത്, മറിച്ച് അതിൻ്റെ ഘടന. ഓക്കെ, അതിൻ്റെ ഘടന വളരെ ബുദ്ധിപരമായ ഒരു ഷേപ്പിലും വ്യവസ്ഥയിലും ഒക്കെയാണ് ഉള്ളതെങ്കിൽ അതിൻ്റെ പിന്നിൽ ബുദ്ധിയുള്ള ഒരു ഡിസൈനർ വേണമെന്ന നമ്മുടെ വാദം. ഡിസൈനറെക്കാൾ സങ്കീർണമായ ഒരു ഘടന ഡിസൈനർക്ക് ഉണ്ടാക്കാൻ കഴിയുകയില്ല എന്നൊന്നും വാദിക്കാൻ കഴിയില്ല. മനുഷ്യന് വേണമെങ്കിൽ മനുഷ്യനേക്കാൾ സങ്കീർണമായ നിർമ്മിതികളെ ഉണ്ടാക്കാൻ കഴിയും. ബുദ്ധിപരമായി കഴിയുകയില്ല എന്ന് യാതൊരു നിർബന്ധവുമില്ല. ഓക്കെ, ഇനി നമ്മളിവിടെ ദൈവത്തിൻ്റെ വിഷയത്തിലേക്ക് കടക്കാം. അപ്പം മനുഷ്യനെ നിർമ്മിച്ചത് ആര് എന്നതാണല്ലോ ചോദ്യം. നന്നായി മനസ്സിലാക്കണം. കുറച്ച് ചില ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലാകാത്തൊരു സ്ഥലമാണ് പറയുന്നത്, അതുകൊണ്ടാണ് ഞാനിത് ആവർത്തിച്ച് പറയുന്നത്. മനുഷ്യനെ നിർമ്മിച്ചത് ആര്? മനുഷ്യനെ നിർമ്മിച്ച മനുഷ്യനെ ഡിസൈൻ ചെയ്ത ഒരു ഡിസൈനർ ഉണ്ടാകുമല്ലോ. നമ്മൾ ഇതുവരെയുള്ള വാദം അനുസരിച്ചൊക്കെ ഡിസൈനർ ഉണ്ടാകും. ഈ ഡിസൈനർക്ക് ഇന്റലിജന്റ് കോംപ്ലക്സിറ്റി ഉണ്ടെങ്കിൽ ഡിസൈനർ വേണം. നമ്മുടെ വാദം അങ്ങോളം നമ്മൾ നിലനിർത്തുന്നുണ്ട്. ഇന്റലിജന്റ് കോംപ്ലക്സിറ്റി ആ ഡിസൈനർക്ക് ഉണ്ടെങ്കിൽ, ആ ഡിസൈനർ വളരെ സങ്കീർണമായ 10 കൈയും 4 കാലും 7 തലയൊക്കെ ഉള്ള മനുഷ്യനേക്കാൾ സങ്കീർണമായ ഒരു സൃഷ്ടാവാണ്, ഡിസൈനറാണ് മനുഷ്യനെ നിർമ്മിച്ചതെങ്കിൽ ആ ഡിസൈനറെ നിർമ്മിച്ച ഒരു ഡിസൈനർ വേണം, ഡിസൈൻ ചെയ്തൊരു ഡിസൈനർ വേണം. ഓക്കെ, റെഡിയാണ്. കാരണം ആ മനുഷ്യന് വലിയ, അല്ലെങ്കിൽ ആ സൃഷ്ടാവിന്, ആ ഡിസൈനർക്ക് വലിയ സങ്കീർണതയുണ്ട് അല്ലേ. 10 തല ഉണ്ട്. അപ്പൊ ആ 10 തല അതിനാരാ കൊടുത്തത്? അങ്ങനെ സിസ്റ്റമാറ്റിക്കായി അതിനെ വ്യവസ്ഥാപിതമായി രൂപീകരിച്ച ആ സ്ട്രക്ചർ ഉണ്ടാക്കിയ ഒരു ഡിസൈനർ വേണം എന്നത് ശരിയാണ്. പക്ഷേ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന അള്ളാഹു എന്ന് പറയുന്ന സങ്കല്പം എത്ര പെർഫെക്റ്റ് ആണ് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അള്ളാഹുവിന് ഒരു കോംപ്ലക്സിറ്റിയും ഇല്ല, അള്ളാഹുവിന് ഒരു തലയുമില്ല, ഒരു കൈയും കാലും ഒരവയവവും ഇല്ല, ഒരു കോശം പോലും അള്ളാഹുവിനില്ല. ഒരു കോശമാണെങ്കിൽ പോലും അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി നോക്കിയാൽ, കഴിഞ്ഞ സെഷനിൽ നമ്മൾ പറഞ്ഞു, ഒരു മണൽത്തരിക്കുള്ളിൽ പോലും ഒരുപാട് സങ്കീർണമായ ഘടനകളുണ്ട്. അള്ളാഹു എന്ന് പറഞ്ഞാൽ 2 ഘടകങ്ങൾ കൂടിച്ചേർന്ന ഒരു വസ്തു പോലുമല്ല. അള്ളാഹുവിൽ പാർട്ടുകളില്ല, ഒരു സങ്കീർണത പോലുമില്ലാത്ത, സങ്കീർണതയുടെ അംശം പോലുമില്ലാത്ത അള്ളാഹുവിൻ്റെ ദാത്ത് എന്ന് പറയുന്നത് 0 കോംപ്ലക്സിറ്റിയാണ്. മനസ്സിലാക്കണം, അള്ളാഹുവിൻ്റെ ദാത്ത് 0 കോംപ്ലക്സിറ്റിയാണ്. അള്ളാഹുവിൻ്റെ ശരീരഘടന എന്ന് പറഞ്ഞിട്ട് സങ്കീർണമായ ഒരു ഘടന നമുക്ക് കാണിക്കാൻ കഴിയില്ല. 0 കോംപ്ലക്സിറ്റിയാണ്. ഒരു കോശവും ഒരു ആറ്റവും അള്ളാഹുവിൻ്റെ ദാത്തിൽ ഇല്ല. അതേസമയം ഹൈ ഇന്റലിജന്റ് ആണ് അള്ളാഹു, ഹക്കീമാണ്, തന്ത്രശാലിയാണ്, എല്ലാ രൂപത്തിലും ആസൂത്രണം ചെയ്യാനുള്ള ഖാദിറാണ്. വഹുവ കുല്ലി ഷൈഇൻ ഖദീർ, എല്ലാത്തിനും കപ്പാസിറ്റിയുള്ള, ശേഷിയുള്ള, വൈഭവമുള്ള, സ്കില്ലുള്ള ആളാണ് അല്ലാഹു തആല. നമ്മൾ പറയുന്ന എല്ലാ വേർഡുകളും അതിൻ്റെ സൂക്ഷ്മാർത്ഥത്തിൽ അള്ളാഹുവിനെ പറ്റി പറയാൻ പറ്റിക്കൊള്ളണമെന്നില്ല, പൊതുവെ മനസ്സിലാക്കാൻ വേണ്ടി പറയാണ്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല ഹൈ ഇന്റലിജന്റ് ഡിസൈനറാണ് അള്ളാഹു. എന്നാൽ അള്ളാഹുവിന് ഇന്റലിജന്റ് കോംപ്ലക്സിറ്റി ഉണ്ടോ? ഇല്ല. ഇന്റലിജന്റ് കോംപ്ലക്സിറ്റി അള്ളാഹുവിന് ഉണ്ടെങ്കിലാണ് അള്ളാഹുവിന് മറ്റൊരു ഡിസൈനറിന്റെ ആവശ്യമുള്ളത്. എത്ര കൃത്യതയോടുകൂടെയാണ് ഈ ഇന്റലിജന്റ് ഡിസൈൻ ആർഗ്യുമെന്റ് ഒക്കെ വ്യാപകമാകുന്നതിൻ്റെ എത്രയോ മുൻപ് നമ്മുടെ ഇമാമിങ്ങൾ അവരുടെ കിതാബുകളിൽ രേഖപ്പെടുത്തി വച്ച നമ്മുടെ വിശ്വാസികൾ വിശ്വസിച്ച അള്ളാഹ് എന്ന കൺസെപ്റ്റ് എത്ര കൃത്യതയോടുകൂടിയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് അള്ളാഹുവിന് ഇന്റലിജന്റ് കോംപ്ലക്സിറ്റി ഇല്ല, സങ്കീർണമായ ഘടന ഇല്ല, അതുകൊണ്ട് അതിനൊരു ഡിസൈനർ ആവശ്യമില്ല. ഈ ചങ്ങാതിയുടെ ചോദ്യം കേട്ടില്ലേ? ഇത്രയും വിശ്വാസികളെ ഇല്ലാത്തൊരാശയം പറഞ്ഞ് കബളിപ്പിച്ച് സദസ്സിൽ നിന്ന് കയ്യടി വാങ്ങുകയാണ്. പെട്ടെന്ന് അജ്ഞരായ സദസ്സ് അത് കണ്ട് കൈയടിക്കുകയാണ്. ഏതായാലും സത്യമായി മനസ്സിലാക്കാൻ, യുക്തിപരമായി കൃത്യതയോടുകൂടെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ നമുക്ക് കഴിയട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. ഇൻഷാ അല്ലാഹ് ഇനിയും ചോദ്യങ്ങൾ തുടർന്ന് അടുത്ത സെഷനുകളിൽ സംസാരിക്കാം.